ഈ കാണുന്ന 2016 ടൊയോട്ട ക്യാമറിയിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ. ഈ കാണുന്ന വണ്ടിക്കകത്ത് എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് അറിയോ? ഒന്നാമത്തെ കാര്യം, ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ എവിടെ എങ്ങും തപ്പിയെ കിട്ടത്തില്ല. അതാണ്ട് താഴെ ഇവിടെ ആയിട്ട് കാലുകൊണ്ട്, ഇടത്തെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആവുകയും ഒന്നുകൂടെ ചവിട്ടുന്ന സമയത്ത് അത് റിലീസ് ആവുകയും ചെയ്യും. വേറെ ഒരു വണ്ടിയിലും ഇപ്പോഴും ഇങ്ങനൊരു ഫീച്ചർ ഇല്ല. രണ്ടാമത്തെ കാര്യം, കയറി ഇരുന്ന് കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെമ്മറി ഫംഗ്ഷൻ ഉള്ള സ്റ്റിയറിംഗ് വീൽ, വണ്ടി ഓഫ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് വീൽ തന്നെ കയറി പോകുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യം, അന്നത്തെ കാലത്ത് ഈ വണ്ടി റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് സൈഡ് ORVM അഡ്ജസ്റ്റ് ആവും. റിവേഴ്സ് ഇടുന്ന സമയത്ത് ഒരു പൊസിഷനിലും ഡ്രൈവ് ഇടുന്ന സമയത്ത് വേറെ പൊസിഷനിലും. അന്നത്തെ കാലത്ത് വലിയ ടെക് ആണ് ഈ കാണുന്നത്. ഫുൾ ഫിസിക്കൽ കൺട്രോൾസും 3 സോൺ AC, വെന്റിലേറ്റഡ് സീറ്റ്സ്. ഈ കാണുന്ന ബട്ടൺ ആണ് സീറ്റ് വെന്റിലേഷൻ ചെയ്യാനുള്ളത്. എന്തല്ലേ. ബാക്കില് അന്നത്തെ കാലത്ത് സൺഷെയ്ഡ്, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ സാധനം കണ്ട ഗൈസ്, ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിലെ റിയർ സൺഷെയ്ഡ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. വേറൊരു ഞെട്ടിക്കുന്ന സംഭവം, ബോസ് സീറ്റ് ഗൈസ്. കണ്ടോ, എനിക്ക് ഈ സീറ്റ് മുമ്പോട്ടും പുറകോട്ടും. ബാക്കിൽ ഇരിക്കുന്ന ആളാണ് ബോസ്, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളല്ല ബോസ്. ഇവിടെ ഇവിടെ ഇവിടെ. നാലാമത്തെ കാര്യം, ഈ കാണുന്ന കൺട്രോൾസും കാര്യങ്ങളാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്ക്. സീറ്റ് റിക്ലൈനിങ്, സീറ്റ് മുമ്പോട്ടും, ഈ കാണുന്ന പോലെ സീറ്റ് പുറകോട്ടും. അപ്പോൾ ഈ കാണുന്ന 2.5 ലിറ്റർ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡിന്റെ ഒരു കിഡിലിന് യൂസർ റിവ്യൂ നമ്മൾ യൂട്യൂബിൽ കാച്ചിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ ഇടയ്ക്ക്. അപ്പോൾ പോയി കാണാൻ മറക്കണ്ട. ലിങ്ക് എൻ്റെ ബയോയിൽ കാണും. ബൈ ബൈ. ബൈ ബൈ.